ഡിയർ ഫ്രണ്ട്സ്, ദാ ആ കാണുന്ന റോഡിൻ്റെ അറ്റത്തായിട്ട് 2 അടി നടന്നു കഴിഞ്ഞാൽ മെയിൻ ബസ് റൂട്ട് ആയിട്ടാ. അവിടെ നിന്ന് ദാ നല്ല വീതിയുള്ള റോഡ് ചെന്നെത്തുന്നത് ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ചുറ്റുവട്ടത്ത് നല്ല നല്ല വീടുകൾ വരുന്ന ബെസ്റ്റ് ഒരു പ്ലേസ്. അവിടെ അടിപൊളിയൊരു വീടാണ്. മുറ്റം മുഴുവനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കല്ല് വിരിച്ചിട്ടുണ്ട്. അവിടെ 3 നിലയിലായിട്ട് ബാംഗ്ലൂരിൽ ചില സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെയുള്ള ടൈപ്പിൽ നല്ല മോഡേൺ ആയിട്ടുള്ള സൂപ്പർ ഒരു പുതിയൊരു വീട്. വലിയ ഓവറായിട്ടുള്ള ഡിസൈനിങ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഹോം. ഇവിടെ ലാവിഷ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കാണാൻ പറ്റും. ഫ്രണ്ടിലൊക്കെ ഒരു ചെറിയ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവിടെ നൈസ് ഒരു വീട് മാനം മുട്ട നിൽക്കുകയാണ്. കിണർ നോക്കുകയാണെങ്കിൽ നല്ല വെള്ളമാണ്, ഗ്രില്ലൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ച്, ഇവിടെ 2ഓളം കാർ പാർക്ക് ചെയ്യാം. പിന്നെ നൈസായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. അവിടെ ചുമരിൽ ഒരു വുഡൻ കവറിങ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു മെയിൻ ഡോറ്. വാവ്, ക്ലാസ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ വലിയൊരു ലിവിങ് റൂമിലേക്കാണ് എത്തുന്നത്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡയലൈറ്റ് ലാവിഷായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തേയും കിട്ടുന്നുണ്ട്. ബെസ്റ്റായിട്ടുള്ള വുഡൻ വർക്കുകൾ, പിന്നെ ഫ്ലോറിങ് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് റൂം വരുന്നുണ്ട്. വീടിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വളരെ ഭംഗിയിൽ ഒരു ഓപ്പൺ കിച്ചൺ, അതും ക്ലാസ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അവിടുത്തെ കബോർഡുകളാണെങ്കിലും എല്ലാം അതൊരു വുഡൻ ഫിനിഷിങ്ങിൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്, ഒരു റിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അത്. ഇനി നമ്മൾ വോൾ ടൈൽ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിങ്ങും വൈറ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നമ്മൾ ആ അടുക്കളയിലേക്ക് കിടക്കുമ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ കിട്ടുന്നത്. കബോർഡ് വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ 4 വലിയ ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട് ഇവിടെ വരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതും ഇവിടുത്തെ വുഡൻ കവറിങ്ങിലുള്ള സൂപ്പറായിട്ടുള്ള വാർഡ്രോബ്സ്, നല്ല വലിപ്പമുണ്ട്. ബാത്റൂംസ് എല്ലാതും നൈസാണ്, എല്ലാതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുമാണ്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്കൊന്ന് കയറി നോക്കാം. സ്റ്റെയർ കേസ് ഡിസൈൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ പോവാണ്, നല്ല രസമായിട്ടുണ്ട് അത്. ഇനി സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഗ്രിപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്, ഈസി ആയിട്ടുള്ള നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എന്നാലും ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ഹോം ലിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കലക്കി. 2 സൈഡിലും ഫർഗോള ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൺലൈറ്റ് ലാവിഷായിട്ട് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. മുകളിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. ബെഡ്റൂംസ് എല്ലാതും ഇവിടെയും വരുന്നുണ്ട്. പുറത്ത് ഒരു നൈസ് ബാൽക്കണി, പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് ഒന്നുകൂടി മുകളിൽ കയറി കഴിഞ്ഞാൽ ഓപ്പൺ ടെറസായിട്ട് കിട്ടും. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് 7 കിലോമീറ്ററിനുള്ളിൽ നടത്ര നാഷണൽ ഹൈവേയുടെ അടുത്തായിട്ട്, അതുപോലെ മണ്ണുത്തിക്കും അടുത്തായിട്ട് കൊഴുക്കുള്ളി എന്ന ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ചുറ്റുവട്ടത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ആ ബസ് പോണ് കാണാം, കണ്ടോ? വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ചർച്ചും അമ്പലങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ വരുന്ന 5 സെൻറ്റിന് താഴെയായിട്ട് 2500 സ്ക്വയർ ഫീറ്റിന് മേലെ വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് തീർച്ചയായിട്ടും വിളിക്കുക. താങ്ക് യു.